ഡിയർ സ്റ്റുഡൻസ്, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ തയ്യാറാക്കിയ നോട്ട്സിലുള്ള എല്ലാം നിങ്ങൾ പഠിച്ചില്ലെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഞാനിത് ചാപ്റ്റർ മൊത്തം എഴുതി വെച്ചതല്ല, പക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനായി വന്നത് മാത്രം. അപ്പോൾ കണ്ടൻറ്റ് ഇനിയും കുറേ ഉണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇതന്നെ ചോദിക്കുന്നല്ല, ഇത് കുറേ പ്രാവശ്യം ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇതിൽ തന്നെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്ന് പ്രത്യേകം പറയും. ജസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സിമ്പിൾ ടേമാണ് സിസ്റ്റവും സറൗണ്ടിങ്സും. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് ഈസിക്കൽ യൂണിവേഴ്സ് എന്നാണ്. ദെൻ സിസ്റ്റം 3 ടൈപ്സ് ഉണ്ട്. അത് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇത് ആർക്കും മനസ്സിലാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ് പഠിക്കുക. ദെൻ അടുത്ത കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൂടും, കുറേ പ്രാവശ്യം ചോദിച്ചതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. 2 ടൈപ്സ് ഓഫ് ഫംഗ്ഷനാണത്. പാത്ത് ഫംഗ്ഷൻ ആണ് ആദ്യം പറയാം. പ്രോപ്പർട്ടീസ് ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത് ഫോളോവേഡ്. പാത്തിനെ ഫോളോ ചെയ്യണ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇത് രണ്ടെണ്ണം എക്സാമ്പിളുള്ളൂ. വർക്ക് ആൻഡ് ഹീറ്റാണ്, വർക്ക് ഡൺ ആൻഡ് ഹീറ്റ് ചേഞ്ചാണ്. ബാക്കി കുറേ എക്സാമ്പിൾസ് ഉള്ളതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ഇത് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിനാണ്? പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺലി ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഇത് സ്റ്റേറ്റിന് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് കുറേ എക്സാമ്പിളുണ്ട്. അതൊരിക്കലും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. എക്സാമ്പിൾ പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ഇൻറ്റേർണൽ എനർജി ഉണ്ട്, എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, അതൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ അടുത്തത് നോക്കാം. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. കണ്ടല്ലോ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇതിൽ ഞാൻ എക്സാമ്പിൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഓർക്കണമെങ്കിൽ ഞാൻ പറയാം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഇൻഡിപെൻഡൻറ്റ്, ഇൻറ്റൻസീവിൻ്റെ തുടക്കം ഉണ്ടല്ലോ, അത് ഇൻഡിപെൻഡൻറ്റ് കണക്ട് ചെയ്യാം. എന്താണ് ആദ്യം ഞാൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആദ്യം പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ്. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ്. ആ സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ദി ഇൻറ്റൻസീവ്. അതോടെ ഇൻഡിപെൻഡൻറ്റ് കണക്ട് ചെയ്തത്. അതിൽ എക്സാമ്പിൾ പഠിക്കണേ. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി. എക്സ്പ്ലെയിൻ ചെയ്യില്ല, ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. കുറച്ച് വെള്ളമാണെങ്കിലും കുറേ വെള്ളമാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുമോ? ബോയിലിംഗ് പോയിൻ്റ് ഇല്ല. ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ ഇതിലാണ് ഇൻറ്റൻസീവാണ്. കാരണം കുറച്ചാണെങ്കിൽ കുറേ ആണെങ്കിൽ 100 ഡിഗ്രിയിലാണ് അത് ബോയിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇൻറ്റൻസീവ് കേട്ടോ. അടുത്തത് എക്സ്റ്റെൻസീവ്. എക്സ്റ്റെൻസീവിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ഇതിൽ എക്സാമ്പിളേ ഉള്ളൂ നോട്ടിൽ. നോക്കൂ, പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഓർ കോൾഡ് എക്സ്റ്റെൻസീവ്. അപ്പോൾ മനസ്സിലായല്ലോ, സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണെന്ത്? എക്സ്റ്റെൻസീവ്. അതിലാണ് മാസ് എക്സാമ്പിൾ ഉണ്ട്, വോളിയം എക്സാമ്പിൾ അതിലാണ് വരുന്നത്, ഹീറ്റ് കപ്പാസിറ്റി അതൊക്കെ അതിലാണ് വരുന്നത് കേട്ടോ. പിന്നെ പ്രത്യേക ഒരു പോയിൻ്റ് എന്താ, മാസും വോളിയം എക്സ്റ്റെൻസീവ് ആണെങ്കിലും മാസ് ഡിവൈഡഡ് ബൈ വോളിയം അതാണ് ഡെൻസിറ്റി. അത് ഇതിലേക്ക് പോകും, അത് ഇൻറ്റൻസീവാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്തൊക്കെ കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി എന്തിലാണ് വരുന്നത്? എക്സ്റ്റെൻസീവിലാണ്. പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റൻസീവാണ്. അതൊന്നും നന്നായി നോട്ട് ചെയ്യാം. പിന്നെ ജസ്റ്റ് തെർമോഡൈനാമിക് പ്രോസസ്സ് ഒന്നും പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഫിസിക്സിൽ കുറച്ച് പഠിച്ചതാണ്. തെർമോഡൈനാമിക് പ്രോസസ്സ് 4 എണ്ണം. ഐസോതെർമൽ പ്രോസസ്സ്, ഐസോതെർമൽ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ജസ്റ്റ് ഡെൽറ്റ ടി ഈസിക്കൽ ടു 0 ആണ്. അതോ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഐസോബാറിക് എന്ന് പറയുമ്പോൾ ഡെൽറ്റ പി ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷറാണ് കോൺസ്റ്റൻറ്റ്, കെപ്റ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ദെൻ ഐസോകോറിക് പ്രോസസ്സ്, അതിലെന്താ കോൺസ്റ്റൻറ്റ്? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വേറെ എന്നുള്ളത് അഡിയോബാറ്റിക് പ്രോസസ്സാണ്. അത് കണ്ടോ, അത് വേറെ തന്നെ. ഡി ക്യു ഈസിക്കൽ ടു 0 എന്നാണ്. അപ്പോൾ അഡിയോബാറ്റിക് പ്രോസസ്സിൽ എന്തില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എന്തില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അതാണ് ഇതിൽ പ്രത്യേകം. ഡി ക്യു 0 ആയിട്ട് നിൽക്കുന്നത്. ദെൻ സൈക്ലിക് പ്രോസസ്സും അതേപോലെ റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ ഇതൊന്നും ചോദിച്ചിട്ടില്ല. ഇത് റിവേഴ്സിബിൾ ഒന്നും. മറ്റേ ഈ 4 എണ്ണം ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഈ പറഞ്ഞ ഐസോബാറിക്, ഐസോകോറിക്, അഡിയോബാറ്റിക് ആൻഡ് ഐസോതെർമൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റ്. ഫസ്റ്റ് ലോ എന്നറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഓക്കെ, അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ശ്രദ്ധിക്കണേ. ഡെൽറ്റ യു ഈസിക്കൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നാണ്. അതും ചെറിയ രീതിയിൽ ഡെറിവേഷൻ പോലെ ഉണ്ട് എന്ന് രീതി പഠിക്കാനുണ്ട്, ചോദിക്കുന്നതാണ്. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. അപ്പോൾ അതിനാദ്യം ഡെൽറ്റ എച്ച് എന്താണെന്ന് അറിയില്ലേ? എൻതാൽപ്പി ചേഞ്ച് ആണ്. അപ്പോൾ ഡെൽറ്റ യു പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ചാണ്. അപ്പോൾ ഡെൽറ്റ എച്ചിനെ ക്യൂ പി എന്നാണ് പറയുക. ക്യൂ പി പറഞ്ഞാൽ ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ക്യൂ വി ആണെങ്കിലോ ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. അപ്പോൾ റിലേഷൻ കണ്ടല്ലോ, ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു
ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി ഓർ ക്യൂ പി ഇസിക്കൽ ടു ക്യൂ വി പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ, അതൊന്ന് ചെയ്ത് നോക്കണേ, പ്രോബ്ലം ചാൻസ് ഉള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നോക്കട്ടോ, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്താണ്. അപ്പോൾ ജസ്റ്റ് അറിയില്ല, എക്സോ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ഹീറ്റ് ഓർ എനർജി റിലീസ് ചെയ്യാണ് എക്സോതെർമിക്. എൻഡോതെർമിക് ആകുമ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് ഹീറ്റിനെ ഓർ എനർജി അബ്സോർബ് ചെയ്യണതാണ്. അപ്പോൾ അതിൽ എൻതാൽപ്പി ഡയഗ്രം നിങ്ങൾ അതിൻ്റെ ഒരു ടെക്സ്റ്റിലുണ്ട്, ഞാൻ ഈ അറ്റാച്ച് ചെയ്താൽ ഒന്ന് അയക്കാം. എൻതാൽപ്പി ഡയഗ്രം ചോദിച്ചിട്ടുണ്ട്, മോഡലിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്ക് തെർമോ കെമിക്കൽ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ട് ഇമ്പോർട്ടൻറ്റ് മാത്രം സെലക്ട് ചെയ്താണ്. തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതിൽ എല്ലാ ഇത് ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസാണോ ലിക്വിഡാണോ അതുപോലെ സോളിഡാണോ ഒക്കസാണോ അതൊക്കെ ഇതിന് അതേ മാത്രമല്ല അതിൻ്റെ കൂടെ അതിൻ്റെ എനർജി ചേഞ്ച് മീൻസ് എൻതാൽപ്പി ചേഞ്ചും കൂടി ഡെൽറ്റ എച്ച് പോസിറ്റീവോ നെഗറ്റീവോ അതും കൂടി ചേർത്ത് മൊത്തം ഇതുമാണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. അതും നിങ്ങൾ പഠിക്കട്ടോ. ദെൻ അടുത്തത് അതിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഉണ്ട്, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഉണ്ട്, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, അങ്ങനെ കുറേ ഉള്ളതിൽ സെലക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അതൊന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക അത് കറക്റ്റ് 1 മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻ്റ് ഫോം ചെയ്യുമ്പോൾ എൻതാൽപ്പി ചെയ്യുന്നതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. 1 മോൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ വാട്ടറൊക്കെ ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല അതിൽ വരിക, 2H2O ഫോം ചെയ്യണമല്ല, 1H2O. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ. ഓക്കെ, അതൊക്കെ നോക്കട്ടോ. ദെൻ നെക്സ്റ്റ് അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു ഇക്വേഷനും ഉണ്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ കണ്ടില്ലേ, സിഗ്മ കണ്ടോ, എച്ച് റിയാക്ഷൻ ഈസിക്കൽ ടു പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ വേണം. ഓക്കെ, ദെൻ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എസ് എസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. അപ്പോൾ അത് ലോ അറിയാലോ, ദി എൻതാൽപ്പി ചേഞ്ച് ഈസ് ദി സെയിം വെദർ ദി റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്സ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും. ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ തീരുകയാണെങ്കിലും അതേ റിയാക്ഷൻ തന്നെ കുറേ സ്റ്റെപ്പിലൂടെയാണ്, ഇത് റിയാക്റ്റീവ് പ്രൊഡക്റ്റാണ്, കുറേ സ്റ്റെപ്പിലൂടെ നടക്കുകയാണെങ്കിലും രണ്ടിലുള്ള എൻതാൽപ്പി ചേഞ്ച്, ഇത് ഒറ്റ സ്റ്റെപ്പിലുള്ള എൻതാൽപ്പി ചേഞ്ചും കുറേ സ്റ്റെപ്പിലൂടെ നടക്കുമ്പോൾ എൻതാൽപ്പി ചേഞ്ചും സെയിം ആയിരിക്കും എന്നുള്ളതാണ് എസ് ലോ. അതിൻ്റെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് കാർബൺ മോണോക്സൈഡിൻ്റെതും അതേപോലെ ഈഥൈൻ അതേപോലെ മെത്തനോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം, പഠിച്ചു വെക്കണേ. ദെൻ അടുത്തൊരു ടേമാണ് ലാറ്റിസ് എൻതാൽപ്പി. ഇപ്പോൾ നേരത്തെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പറഞ്ഞതാണ് ലാറ്റിസ് എൻതാൽപ്പി. അതേപോലെ ബോൺ ഹാബർ സൈക്കിൾ. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും 1 മോൾ സബ്സ്റ്റൻസ്, പ്രത്യേകിച്ച് 1 മോൾ എന്ന് പറഞ്ഞാൽ സോളിഡായിട്ടുള്ള അയോണിക് സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് നിന്ന് ഫോം ചെയ്യുമ്പോൾ എനർജി ചേഞ്ച് ആണ്. അതേപോലെ ഒരു സൈക്കിൾ എന്താ, ബോൺ ഹാബർ സൈക്കിൾ, അത് വരച്ച് പഠിക്കണം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യേണ്ടത്, നിങ്ങൾ അത് ഒന്ന് വരച്ച് പഠിക്കണം, നല്ലതാണ്. ദെൻ അടുത്ത സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്. ഒരു പ്രോസസ്സ് എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സഹായം ഇല്ലാതെ നടക്കുമെങ്കിൽ നാച്ചുറലായിട്ട് നടക്കുകയാണെങ്കിൽ അതിനെന്താ പറയുക, സ്പോണ്ടേനിയസ് പ്രോസസ്സ് അറിയാം. നാച്ചുറൽ ടെൻഡൻസി ടു ഒക്കറാണ്. അങ്ങനത്തെ കുറേ പ്രോസസ്സുകളുണ്ട്. ഇതിൻ്റെ പോയിൻ്റ് എന്താ, ഇതിൽ എൻട്രോപ്പി എന്ന് പറഞ്ഞ ടേം നമ്മൾ പഠിക്കാണ്ട്, എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ആകുമ്പോൾ ഡെൽറ്റ എസ്. പിന്നെ അടുത്തൊരു മെയിൻ ഇക്വേഷൻ ഉണ്ട്, അത് ഗിബ്സ് ഇക്വേഷൻ എന്നാണ് പറയുക. ഡെൽറ്റ ജി ഈസിക്കൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡി ഡെൽറ്റ എസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ്. കാരണം ഇതിൽ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് അതേപോലെ ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് ഇതിനൊക്കെ കണക്ട് ചെയ്യണ ഇക്വേഷനാണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരും, ഇതിനൊക്കെ കണക്ട് ചെയ്യണ ഇക്വേഷൻ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഗിബ്സ് എനർജി ഇക്വേഷൻ. ശരിക്കും എന്താണ് ഇത്, ഫ്രീ എനർജിയാണ്. ഡെൽറ്റ ജി പറഞ്ഞാൽ ഫ്രീ എനർജിയാണ്. ഫ്രീ എനർജി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എനർജി വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്കാണ്. അതൊന്ന് വന്നതാണ്. ഏതായാലും ഇതിൽ മെയിൻ പോയിന്റുകൾ ഇനി ശ്രദ്ധിക്കുക. ഒരു ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്, ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെന്നാണ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിലോ ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസും ആണ്. ഓക്കെ, ശ്രദ്ധിച്ചല്ലോ. അത് ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് ഡെൽറ്റ എസ് തമ്മിലുള്ള റിലേഷനാണ് ഇത് വരുന്നത്. ഇത് മെയിൻ പോയിന്റുകളുണ്ട്. എപ്പോഴൊക്കെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുന്നുള്ള ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. അങ്ങനെ ആകുമ്പോൾ പ്രോസസ്സ് എന്താ, സ്പോണ്ടേനിയസ് ആവും. ഇങ്ങനെ ഓരോ കണ്ടീഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ജസ്റ്റ് ഒന്ന് പഠിക്കുക. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇത്രയുമാണ് ഇപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യുന്നത്. ഇത് മാത്രം നല്ല ചാപ്റ്ററിലുള്ളത്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.